പങ്കാളിയുടെ മനസ്സിൽ മറ്റൊരു മുഖം തെളിയുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് പോലും ഏതൊരു വ്യക്തിയെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. കൂടെയുള്ള ആൾ പെട്ടെന്നൊരു ദിവസം അപരിചിതരെ പോലെ പെരുമാറുമ്പോൾ ആ മാറ്റങ്ങൾ വെറും തോന്നലാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം സമാധാനിപ്പിക്കാറുണ്ട്. എന്നാൽ മനസ്സ് മറ്റൊരു തീരത്തേക്ക് അടുക്കുമ്പോൾ പ്രിയപ്പെട്ടവർ അറിയാതെ തന്നെ അവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ശരീരഭാഷയിലും ചില അടയാളങ്ങൾ ബാക്കി വയ്ക്കും. പ്രണയത്തിലായാലും ദാമ്പത്യത്തിലായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒട്ടും നിസ്സാരമല്ലാത്ത ആ 10 ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഇന്ന് നമ്മൾ വളരെ വിശദമായി ആഴത്തിൽ ചർച്ച ചെയ്യുന്നു. ഇത് കേവലം സംശയമല്ല, മറിച്ച് മനുഷ്യ മനസ്സിന്റെ ഗതിമാറ്റങ്ങളെയും താല്പര്യങ്ങളെയും തിരിച്ചറിയാനുള്ള ശാസ്ത്രീയമായ ചില സൂചനകളാണ്. വീഡിയോയുടെ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക, കാരണം ഇതിലെ ഓരോ വാക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചറിവാകാം. ഒരുപക്ഷെ തകരാൻ പോകുന്ന ഒരു ബന്ധത്തെ രക്ഷിക്കാനുള്ള താക്കോലുമാകാം. ഒന്നാമത്തെ ലക്ഷണം ഡിജിറ്റൽ ലോകത്തെ ഒളിച്ചുകളികളും ഫോണിനോടുള്ള അമിതമായ ശ്രദ്ധയുമാണ്. ആദ്യത്തെ ഈ സൂചന അവരുടെ വിരൽത്തുമ്പുകളിലുണ്ട്. മുൻപ് ഫോൺ എവിടെയെങ്കിലും അശ്രദ്ധമായി ഇട്ടിരുന്ന ആൾ ഇപ്പോൾ അത് നിഴൽ പോലെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അടുത്തു വരുമ്പോൾ പെട്ടെന്ന് സ്ക്രീൻ ഓഫ് ചെയ്യുകയോ ഫോൺ ഡിസ്പ്ലേ തറയിലേക്ക് തിരിച്ചു വെക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു രഹസ്യലോകം പിടിച്ചു വെക്കുന്നുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം മനസ്സിലാക്കാം. പാസ്വേഡുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതും സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകൾ പൂർണ്ണമായും ഹൈഡ് ചെയ്യുന്നതും കേവലം പ്രൈവസിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് എപ്പോഴും തള്ളിക്കളയാനാവുകയില്ല. ഫോൺ ഒരു സ്വകാര്യ സ്വത്താണെങ്കിൽ പോലും പങ്കാളിയിൽ നിന്ന് അത് അമിതമായി മറച്ചു പിടിക്കുന്നത് വിശ്വാസ്യതയിലുള്ള വലിയ വിള്ളലിനെയാണ് സൂചിപ്പിക്കുന്നത്. രാത്രി വൈകിയിരുന്നും ഫോണിൽ ചാറ്റ് ചെയ്യുന്നതും നിങ്ങൾ ചോദിക്കുമ്പോൾ അത് വെറും ഓഫീസ് കാര്യമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതും ഗൗരവകരമായ ലക്ഷണമാണ്. ഡിജിറ്റൽ യുഗത്തിൽ വഞ്ചനയുടെ ആദ്യ വാതിലുകൾ തുറക്കപ്പെടുന്നത് ഇത്തരം ചെറിയ ഒളിച്ചുകളികളിലൂടെയാണ്. അവരുടെ ഫോൺ ഗാലറിയോ ചാറ്റുകളോ പരിശോധിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ലാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് ബന്ധത്തിലെ സുതാര്യത നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ്. രണ്ടാമത്തെ ലക്ഷണം വൈകാരികമായ കടുത്ത മൗനവും ആശയവിനിമയത്തിലെ വിടവുമാണ്. ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരം കൂടുമ്പോൾ സംസാരം കുറയുക എന്നത് സ്വാഭാവികമായ ഒരു മനഃശാസ്ത്ര പ്രതിഭാസമാണ്. പണ്ട് നിസ്സാരമായ കാര്യങ്ങൾ പോലും, അതായത് ഓഫീസിൽ നടന്ന ചെറിയ തമാശകൾ മുതൽ വലിയ സ്വപ്നങ്ങൾ വരെ മണിക്കൂറുകളോളം ആവേശത്തോടെ പങ്കുവച്ചിരുന്ന ആൾ ഇപ്പോൾ വെറും വാചകങ്ങളിൽ, അല്ലെങ്കിൽ ശരി, പിന്നെ നോക്കാം തുടങ്ങിയ മറ്റു വാക്കുകളിൽ സംഭാഷണം അവസാനിപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിശേഷങ്ങൾ തിരക്കാനോ അവരുടെ ഉള്ളിലെ കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാനോ അവർക്കിപ്പോൾ താല്പര്യമില്ലാതെ വരുന്നു. ഈ മൗനം വെറും നിശബ്ദതയല്ല, മറിച്ച് ഒരു അകൽച്ചയുടെ വിളംബരമാണ്. കാരണം മനസ്സ് മറ്റൊരിടത്ത് ഉടക്കി നിൽക്കുമ്പോൾ നിങ്ങളുമായുള്ള ആശയവിനിമയം അവർക്കൊരു വലിയ ബാധ്യതയായി തോന്നിത്തുടങ്ങുന്നു. അവർ ശാരീരികമായി നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുമ്പോഴും മാനസികമായി ലക്ഷക്കണക്കിന് മൈലുകൾക്കപ്പുറമായിരിക്കും. കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ അവർ മടി കാണിക്കുന്നതും പണ്ടത്തെ പോലെ തമാശകൾ പറഞ്ഞ് ചിരിക്കാത്തതും വലിയൊരു മാറ്റമാണ്. ആശയവിനിമയം നിലയ്ക്കുന്നിടത്ത് ബന്ധത്തിന്റെ ജീവൻ നഷ്ടപ്പെടാൻ തുടങ്ങുന്നു എന്ന് നാം തിരിച്ചറിയണം. മൂന്നാമത്തെ ലക്ഷണം അനാവശ്യമായി നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതും നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ പ്രതിരോധത്തിലാക്കുന്നതുമാണ്. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സ്നേഹപ്രകടനങ്ങൾ പോലും അവർക്കിപ്പോൾ അലോസരമായി തോന്നാം. ചെറിയ കാര്യങ്ങളിൽ പോലും അനാവശ്യമായി കുറ്റങ്ങൾ കണ്ടെത്തുകയും നിങ്ങളെ എപ്പോഴും ഒരു പ്രതിക്കൂട്ടിൽ നിർത്താൻ അവർ നിരന്തരം ശ്രമിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കണം. നിങ്ങളെ ഒരു മോശം വ്യക്തിയായി ചിത്രീകരിക്കാൻ അവർ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലെ കുറ്റബോധത്തെ മറയ്ക്കാനുള്ള ഒരു മാനസിക പ്രതിരോധ തന്ത്രമാണ്. മറ്റൊരാളോട് തോന്നുന്ന താല്പര്യത്തെ സ്വയം ന്യായീകരിക്കാൻ എന്റെ പങ്കാളി ശരിയല്ല, അവരോടൊപ്പം ജീവിക്കുന്നത് കഷ്ടമാണ് എന്നൊരു കാരണം അവർക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാനപരമായ അന്തരീക്ഷം തകർത്ത് അനാവശ്യമായ വഴക്കുകൾ അവർ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നു. നിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു, നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല തുടങ്ങിയ കുറ്റപ്പെടുത്തലുകൾ നിരന്തരം കേൾക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ ഇടയാക്കും. ഇത്തരം വഴക്കുകൾ പലപ്പോഴും മറ്റൊരു ബന്ധത്തിലേക്ക് പൂർണ്ണമായും ചേക്കാറാനുള്ള ഒരു ചവിട്ടുപടിയായി അവർ ഉപയോഗിക്കുന്നു. നാലാമത്തെ ലക്ഷണം രൂപഭംഗിയിലും ശൈലിയിലും പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളാണ്. വർഷങ്ങളായി തൻ്റെ ലുക്കിലോ ശൈലിയിലോ യാതൊരു മാറ്റവും വരുത്താൻ ആഗ്രഹിക്കാത്ത ഒരാൾ പെട്ടെന്ന് തൻ്റെ സൗന്ദര്യത്തിലും വസ്ത്രധാരണത്തിലും
അമിതമായ ശ്രദ്ധ നൽകുന്നത് ഒരു വലിയ സൂചനയാണ്. പെട്ടെന്ന് ജിമ്മിൽ പോകാൻ തുടങ്ങുക, പുതിയ സ്റ്റൈലിലുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുക, നിങ്ങളോടൊപ്പമുള്ള യാത്രകൾക്കൊന്നും ഇല്ലാത്ത തരം വലിയ ഒരുക്കങ്ങൾ നടത്തുക എന്നിവ ശ്രദ്ധിക്കുക. നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായല്ല ഈ മാറ്റങ്ങളെങ്കിൽ അത് തീർച്ചയായും മറ്റാരെയോ സന്തോഷിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പുതിയൊരാളെ ആകർഷിക്കാനോ ഉള്ള ശ്രമമാകാം. മറ്റൊരാളുടെ കണ്ണിൽ താൻ മികച്ചവനായി അല്ലെങ്കിൽ മികച്ചവളായി കാണപ്പെടണമെന്ന ആഗ്രഹം അവരെ തങ്ങളുടെ ലുക്കിൽ അമിതമായ പരീക്ഷണം നടത്താൻ പ്രേരിപ്പിക്കുന്നു. ഹെയർ സ്റ്റൈൽ മാറ്റുന്നതും വില കൂടിയ പെർഫ്യൂമുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതും ഇതിന്റെ ഭാഗമാണ്. പണ്ട് നിങ്ങൾ ഒരു വസ്ത്രം കൊടുത്ത് പ്രശംസിക്കുമ്പോൾ കാണിക്കാത്ത താല്പര്യം ഇപ്പോൾ മറ്റാരുടെയോ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിലേക്ക് മാറുമ്പോൾ അത് ഗൗരവമായി കാണണം. കണ്ണാടിയുടെ മുന്നിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും പുറത്തു പോകുമ്പോൾ വല്ലാതെ ഒരുങ്ങുന്നതും പുതിയൊരു താല്പര്യത്തിന്റെ ലക്ഷണമാകാം. അഞ്ചാമത്തെ ലക്ഷണം സമയക്രമത്തിലെ ദുരൂഹതകളും വീട്ടിലേക്കുള്ള വൈകിയ വരവുമാണ്. ജോലി തിരക്കിന്റെയും ട്രാഫിക്കിന്റെയും സ്ഥിരം കാരണങ്ങൾ പറഞ്ഞ് വീട്ടിലെത്താൻ സ്ഥിരമായി വൈകുന്നതും നിങ്ങളോടൊപ്പം ചിലവഴിക്കേണ്ട സമയം മറ്റു പല അജ്ഞാത കാര്യങ്ങൾക്കായി മാറ്റിവെക്കുന്നതും ബന്ധത്തിലെ വിള്ളലിന്റെ പ്രധാന സൂചനയാണ്. മുൻപ് കൃത്യസമയത്ത് വീട്ടിലെത്തിയിരുന്ന ആൾ ഇപ്പോൾ പുതിയ പ്രൊജക്ടുകളുടെയോ അർജന്റ് മീറ്റിംഗുകളുടെയോ പേരിൽ അമിത സമയം പുറത്തു ചിലവഴിക്കുന്നു. അവരുടെ ഫോൺ ഈ സമയങ്ങളിൽ പലപ്പോഴും സ്വിച്ച് ഓഫ് ആയിരിക്കുകയോ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ കോളുകൾ മനഃപൂർവ്വം അവഗണിക്കുകയോ ചെയ്യാം. വീട്ടിലിരിക്കുമ്പോൾ അനുഭവപ്പെടുന്നതിനേക്കാൾ വലിയ സന്തോഷം അവർക്ക് പുറത്തുള്ള ലോകത്ത് മറ്റൊരു വ്യക്തിയുടെ സാമീപ്യത്തിൽ ലഭിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും അവർക്ക് ബോറടിപ്പിക്കുന്നതായി തോന്നും. വാരാന്ത്യങ്ങളിൽ പോലും ഓഫീസിലോ സുഹൃത്തുക്കളുടെ കൂടെയോ സമയം ചെലവഴിക്കാൻ അവർ താല്പര്യപ്പെടും. ഈ മാറ്റം പെട്ടെന്നുണ്ടായതാണ് എങ്കിൽ അവരുടെ മുൻഗണനകൾ മാറിയെന്നുറപ്പിക്കാം. വീട് അവർക്ക് വെറുമൊരു വിശ്രമകേന്ദ്രം മാത്രമായി മാറുകയും അവരുടെ യഥാർത്ഥ സന്തോഷം പുറത്തുള്ള ആരുടെയൊക്കെയോ കൂടെയായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ആറാമത്തെ ലക്ഷണം ശാരീരിക അടുപ്പത്തിലെ തണുപ്പും സ്പർശനങ്ങളിലെ വിമുഖതയുമാണ്. സ്നേഹപൂർണമായ ഒരു തലോടലോ ആലിംഗനമോ അല്ലെങ്കിൽ ഒരു ചുംബനമോ അവർക്കിപ്പോൾ അരോചകമായി തോന്നുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ശാരീരികമായ അടുപ്പത്തിൽ നിന്ന് അവർ ബോധപൂർവം അകലം പാലിക്കുകയും ലൈംഗികമായ താല്പര്യങ്ങൾ തീരെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് ഒരു പ്രധാന ലക്ഷണമാണ്. ഒരാളുടെ മനസ്സ് മറ്റൊരിടത്ത് ഉടക്കി നിൽക്കുമ്പോൾ ശരീരം കൊണ്ട് നിങ്ങളെ സ്വീകരിക്കാൻ അവർക്ക് വലിയ പ്രയാസമായിരിക്കും. അസ്വസ്ഥതയും നേരിടും. അവർ മുൻപ് കാണിച്ചിരുന്ന ആ ആവേശമോ സ്നേഹമോ ഇപ്പോൾ അഭിനയിച്ചു പോലും കാണിക്കാൻ അവർക്ക് കഴിയാതെ വരുന്നു. സ്പർശനങ്ങളിൽ അനുഭവപ്പെടുന്ന ഈ തണുപ്പ് വൈകാരിക ബന്ധത്തിന്റെ പൂർണ്ണമായ തകർച്ചയെയാണ് വിരൽ ചൂണ്ടുന്നത്. നിങ്ങൾ അടുത്തിരിക്കുമ്പോൾ അവർ അകന്നു മാറാൻ ശ്രമിക്കുന്നതും തലവേദനയോ അല്ലെങ്കിൽ ക്ഷീണമോ പറഞ്ഞ് ശാരീരിക ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതും ശ്രദ്ധിക്കുക. മനസ്സ് നൽകാൻ പറ്റാത്ത ഒരാൾക്ക് ശരീരം നൽകുന്നതും ഒരു വലിയ ഭാരമായി തോന്നും. ഈ ഒരവസ്ഥ ബന്ധത്തിലെ ഏറ്റവും അപകടകരമായ ഘട്ടമാണ്. കാരണം വൈകാരികമായും ശാരീരികമായും അവർ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഏഴാമത്തെ ലക്ഷണം അമിതമായ സ്വകാര്യതയും നമ്മളിൽ നിന്ന് എന്റേതിലേക്കുള്ള മാറ്റവുമാണ്. മുൻപ് നമ്മുടേതെന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ എന്റേത് എന്നിലേക്ക് ചുരുങ്ങുന്നത് കാണാം. എന്റെ ഫോൺ, എന്റെ യാത്രകൾ, എന്റെ സുഹൃത്തുക്കൾ എന്നിങ്ങനെയുള്ള കടുത്ത വേർതിരിക്കലുകൾ ദാമ്പത്യത്തിലെ ഐക്യം നഷ്ടപ്പെടുന്നതിന്റെ ലക്ഷണമാണ്. സാമ്പത്തിക കാര്യങ്ങളിലോ പുതിയ നിക്ഷേപങ്ങളിലോ ദൈനംദിന തീരുമാനങ്ങളിലോ നിങ്ങളെ പങ്കാളിയാക്കാതെ എല്ലാം രഹസ്യമാക്കി വെക്കാൻ അവർ ആഞ്ഞു ശ്രമിക്കുന്നു. അവരുടെ ലോകത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്നത് അവർ ഒരു വലിയ കടന്നുകയറ്റമായി കാണുന്നു. പങ്കാളികൾക്കിടയിലുള്ള ഈ രഹസ്യാത്മകത പലപ്പോഴും മറ്റൊരു ബന്ധത്തിന്റെ മറയായി പ്രവർത്തിക്കാറുണ്ട്. നിങ്ങൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അവർക്ക് വലിയ അലോസരമായി തോന്നും. സോഷ്യൽ മീഡിയ പാസ്വേഡുകൾ പങ്കുവച്ചിരുന്നവർ അത് പെട്ടെന്ന് മാറ്റുന്നതും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഒളിച്ചു വയ്ക്കുന്നതും ഇതിന്റെ ഭാഗമാണ്. പണ്ട് ഒരുമിച്ചെടുത്തിരുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ അവർ ഏകപക്ഷീയമായി എടുക്കുന്നു. ഈ മാറ്റം നിങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്ന് പടിപടിയായി പുറത്താക്കുന്നതിന്റെ സൂചനയാണ്. എട്ടാമത്തെ ലക്ഷണം ലളിതമായ ചോദ്യങ്ങളോടുള്ള അമിത പ്രകോപനവും ഡിഫെൻസീവ് സ്വഭാവവുമാണ്. വളരെ സാധാരണമായ ഒരു ചോദ്യം, ഉദാഹരണത്തിന് നീ എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ആരാണീ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ പോലും അവർ വല്ലാതെ പൊട്ടിത്തെറിക്കുന്നത് കാണാം. എന്നെ സംശയിക്കുകയാണോ, അല്ലെങ്കിൽ
എൻ്റെ സ്വാതന്ത്ര്യത്തെ നീ ചോദ്യം ചെയ്യുകയാണോ എന്ന സ്ഥിരം ഡയലോഗുകളിലൂടെ നിങ്ങളെ കുറ്റബോധത്തിലാക്കാനും പ്രതിരോധത്തിലാക്കാനും അവർ ശ്രമിക്കുന്നു. മനഃശാസ്ത്രപരമായി കുറ്റബോധമുള്ള ഒരാൾ എപ്പോഴും മറ്റുള്ളവർ തന്നെ പിടിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കും. ആ ഭയമാണ് പെട്ടെന്നുള്ള ദേഷ്യമായും പ്രകോപനമായും പുറത്തു വരുന്നത്. നിങ്ങളെ ഒരു സംശയരോഗിയായി മുദ്രകുത്തുന്നതിലൂടെ അവരുടെ തെറ്റുകളെ മൂടിവെക്കാനും ആ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് അവർ ശ്രമിക്കുന്നത്. സമാധാനപരമായി മറുപടി നൽകേണ്ടിടത്ത് ആക്രോശിക്കുന്നതും പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി നിങ്ങളെ വേദനിപ്പിക്കുന്നതും അവരുടെ ഉള്ളിലെ പതർച്ചയുടെ ലക്ഷണമാണ്. നിങ്ങളെ നിശബ്ദനാക്കുക എന്നതാണ് അവരുടെ ഈ പെരുമാറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം. 9ാമത്തെ ലക്ഷണം ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ നിന്നും പ്ലാനുകളിൽ നിന്നുമുള്ള പിന്മാറ്റമാണ്. നാളുകളെക്കുറിച്ചുള്ള പ്ലാനുകളിൽ നിന്ന് അവർ പതുക്കെ പതുക്കെ പിന്മാറുന്നത് കാണാം. അടുത്ത വർഷം ഒരു യാത്ര പോകാനോ പുതിയൊരു വീട് പണിയാനോ കുട്ടികളുടെ ഭാവി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനോ നിങ്ങൾ ഉത്സാഹത്തോടെ സംസാരിക്കുമ്പോൾ അവർ അത് കേട്ടില്ല എന്ന് നടിക്കുന്നു. നിങ്ങളോടൊപ്പമുള്ള ഒരു ഭാവി അവർ ഇനി സ്വപ്നം കാണുന്നില്ല എന്നതിൻ്റെ വലിയൊരു സൂചനയാണത്. അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനമില്ലാതാകുമ്പോൾ നിങ്ങളോടൊപ്പം ദീർഘകാലത്തേക്കുള്ള യാതൊരു വാഗ്ദാനങ്ങളും നൽകാൻ അവർക്ക് കഴിയുകയില്ല. ഭാവിയെക്കുറിച്ചുള്ള സംസാരങ്ങൾ അവർക്കൊരുതരം അസ്വസ്ഥതയും ഭയവുമാണ് ഉണ്ടാക്കുന്നത്. മുൻപ് നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന ആൾ ഇപ്പോൾ നോക്കാം സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവർ പതുക്കെ പുറത്തു പോകാൻ തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാൾക്ക് ഭാവി പ്ലാനുകൾ ഒരു ബാധ്യത മാത്രമായിരിക്കും. 10ാമത്തെ ലക്ഷണം അപ്രതീക്ഷിതമായ അമിത സ്നേഹവും വലിയ സമ്മാനങ്ങൾ നൽകുന്നതുമാണ്. ഈ ലക്ഷണം പലപ്പോഴും നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണ്. ചിലപ്പോൾ അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന ബോധമുള്ളിൽ കടുത്ത കുറ്റബോധം നിറയ്ക്കും. ആ കുറ്റബോധം കഴുകിക്കളയാൻ അവർ ചിലപ്പോൾ വല്ലാത്ത സ്നേഹവും വലിയ സമ്മാനങ്ങളും അപ്രതീക്ഷിതമായി നൽകി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. മുൻപൊന്നുമില്ലാത്ത വിധം നിങ്ങളെ പുകഴ്ത്തുകയോ കാരണമില്ലാതെ വില കൂടി ഗിഫ്റ്റുകൾ വാങ്ങി നൽകുകയോ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അമിത സ്നേഹം പലപ്പോഴും ഒരു മൂടുപടം മാത്രമാകാം. താൻ ചെയ്യുന്ന വഞ്ചന നിങ്ങൾ തിരിച്ചറിയാതിരിക്കാനും സ്വന്തം മനസ്സിനെ സമാധാനിപ്പിക്കാനുമുള്ള ഒരു കോമ്പൻസേഷൻ മാത്രമായിരിക്കും ഈ പെരുമാറ്റം. സ്നേഹം കുറയുന്നതിനേക്കാൾ അപകടകരമാണ് ഈ കൃത്രിമ സ്നേഹം. കാരണം ഇത് നിങ്ങളെ അമിതമായി വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒന്നാണ്. അവരുടെ പെരുമാറ്റത്തിൽ സ്വാഭാവികത നഷ്ടപ്പെടുകയും എല്ലാം ഒരു അഭിനയം പോലെ തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ലക്ഷ്യം തിരിച്ചറിയേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 10 ലക്ഷണങ്ങളും ഒരാളിൽ കണ്ടതുകൊണ്ട് മാത്രം അവർ നിങ്ങളെ വഞ്ചിക്കുന്നു എന്നർത്ഥമില്ല. പലപ്പോഴും അവർ അനുഭവിക്കുന്ന മാനസികമായ സമ്മർദ്ദങ്ങളോ ജോലിസ്ഥലത്തെ വലിയ പ്രശ്നങ്ങളോ കുടുംബപരമായ അസ്വസ്ഥതകളോ എന്തിന് വിഷാദരോഗം പോലെയുള്ള അവസ്ഥകളോ ഇതിന് കാരണമാകാം. അതുകൊണ്ട് സംശയങ്ങൾ മാത്രം മനസ്സിൽ വെച്ച് ജീവിതം നരകതുല്യമാക്കുന്നതിനു മുൻപ് ശാന്തമായി അവരോട് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. തെറ്റിദ്ധാരണകൾ തിരുത്താനും തകരാൻ പോകുന്ന ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും സത്യസന്ധമായ സംസാരത്തിന് വലിയൊരു പരിധിവരെ സാധിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.